ഇപ്പൊ നോക്കൂ, മുഹമ്മദ് റിയാസ് ഇന്ന് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധിക്കണം. ഞാൻ ബേപ്പൂർ ജയിക്കും, മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ജയിക്കും, മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടില്ല, അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുമെന്ന് കൂടിയാണ്. അപ്പോൾ അത് പരാജയപ്പെടുകയാണെങ്കിൽ പറയാവുന്ന ഒരു കാര്യമായി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചെറുവണ്ണൂർ, നല്ലളം പഞ്ചായത്തുകളൊക്കെ സോണുകളായി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ 10,000 വോട്ടിന് ലീഡ് കഴിഞ്ഞവണ റിയാസിനുണ്ട്. അവിടെ ഇപ്പോൾ 5000-ൽ താഴെ പോയാൽ അത് അപകടമാണ്. അത് അൻവറിന് അനുകൂലമാകും. അൻവറിന് ആ കോൺഫിഡൻസ് അവിടെ കാണുന്നത് ഒരു കൺസൾട്ടേഷൻ പ്ലസ് ഭരണവിരുദ്ധ വികാരം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ബേപ്പൂരിൽ PV അൻവറിന് വിജയം ഉണ്ടാവുകയാണെങ്കിൽ 2 ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒന്ന് ഭരണവിരുദ്ധ വികാരം പ്ലസ് ഈ ന്യൂനപക്ഷ ഏകീകരണം. ഞാൻ 2 രീതിയിൽ കാണും. ഈ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവുക 2 ഫാക്ടറുകൾ വെച്ചായിരിക്കും. ഒന്ന്, ഈ പറഞ്ഞ പോലുള്ള ആന്റി ഗവൺമെന്റ് മൂവിന്റെ ഭാഗമായി. 2, SIRന്റെ ഭാഗമായി. SIRൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും വന്ന് വോട്ട് ചെയ്യണം എന്ന് ലീഗ് ആവശ്യപ്പെടുകയും ആ തരത്തിലൊരു പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുഴുവൻ വോട്ടുകളും ഒരേപോലെ ഗവൺമെന്റിനെതിരെ, ആന്റി ഗവൺമെന്റിനെതിരെ, ആന്റി പിണറായി മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. SIR വിഷയത്തിൽ വോട്ട് ചെയ്യാൻ വന്നവരെല്ലാവരും ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ വന്നവരാകണം എന്നില്ല. അത് ഇപ്പൊ LDFും അതിനനുസരിച്ച് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാന്തപുരം ഗ്രൂപ്പിന് എയ്ഡഡ് യുനാനി മെഡിക്കൽ കോളേജ് സമ്മാനിച്ചത് ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കാര്യത്തിലാണ്. JB കോശി കമ്മീഷൻ അത് റിപ്പോർട്ട് അംഗീകരിക്കുന്നു. സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ ലത്തീൻ സഭാ പള്ളികൾക്ക് അധികാരം നൽകുന്നു. പെന്തക്കോസ്റ്റുകൾക്ക്, പിന്നെ അധ്യാപകരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എയ്ഡഡ് കോളേജുകളിലെ. അപ്പോൾ അതും വൈകി വന്ന തീരുമാനമാണ്. സഭ പ്രതികരിച്ചെങ്കിലും ഈ തീരുമാനങ്ങളൊക്കെ വളരെ വേഗത്തിൽ അവസാന ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഔട്ട്റീച്ച് മിഷൻ അപ്പം എല്ലാവരും അത് UDF മാത്രം എടുത്ത സ്റ്റെപ്പ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ BJP മാത്രം എടുത്തോ, എല്ലാവരും ഇതിൽ ആരും മോശം, എല്ലാവരും ശ്രമിക്കുന്നു. റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം മൈനോറിറ്റി കൺസൾട്ടേഷനിലേക്ക് മാത്രം ഊന്നിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഇതാദ്യമായി കാരണം കണ്ടുപിടിക്കലാണ്. ഇതാദ്യമായി വഖഫ് ബോർഡിൽ സമസ്തക്കാരനെ ചെയർമാനാക്കി.